വർഷങ്ങൾക്ക് ശേഷം ഇതാ ബ്രിട്ടൻ അധികാര മാറ്റത്തിലേക്ക്. ലേബർ പാർട്ടി വിജയം ഉറപ്പിച്ചു. നിലവിലെ ഭരണകക്ഷിയായ കൺസർവേറ്റീവ് പാർട്ടിക്ക് വൻ തിരിച്ചടി. ആകെയുള്ള 650 സീറ്റിൽ ലേബർ പാർട്ടി 400 അധികം സീറ്റ് നേടും എന്നാണ് കണക്ക് കൂട്ടുന്നത്. വോട്ടെണ്ണൽ പുരോഗമിക്കുകയാണ്. അശ്വജിത് സി ചേരുന്നു ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും. അശ്വജിത്, ഗുഡ് മോർണിംഗ്. അങ്ങനെ ലേബർ പാർട്ടി വർഷങ്ങൾക്ക് ശേഷം കൺസർവേറ്റീവ് പാർട്ടിയെ തള്ളി അധികാരത്തിലേക്ക് വരുന്ന ഒരു കാഴ്ചയിലേക്ക് അടുക്കുന്നു, അല്ലേ? മോത്തി, ഗുഡ് മോർണിംഗ്. പറഞ്ഞതുപോലെ തന്നെയാണ് 14 വർഷത്തിന് ശേഷം ബ്രിട്ടൻ അധികാര മാറ്റത്തിന്റെ വഴിയിലേക്ക് വരുന്നു. ലേബർ പാർട്ടി അധികാരത്തിലേക്ക് ഏതാണ്ടൊക്കെ ഉറപ്പിച്ച് കഴിഞ്ഞിട്ടുമുണ്ട്. നമുക്ക് ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ ഒന്ന് പരിശോധിച്ചാൽ ലേബർ പാർട്ടി ഇപ്പോൾ ഫലം പ്രഖ്യാപിച്ച പുറത്തു വന്ന 174 സീറ്റുകളിൽ വിജയം ഉറപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ വിജയത്തോട് അടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ കൺസർവേറ്റീവുകൾ 27 സീറ്റിൽ ഒതുങ്ങിയിട്ടുമുണ്ട്. ഇനിയും ഏതാണ്ട് 400ഓളം സീറ്റുകളുടെ ഫലം പുറത്തു വരാനുണ്ട്. 650 ആകെയുള്ള സീറ്റ് എണ്ണം. ഇതിൽ ഇനിയും 400ഓളം സീറ്റുകളുടെ പുറത്തു വരാനുണ്ട്. പക്ഷേ ഏതാണ്ടൊക്കെ 400, അതായത് ടോട്ടൽ കണക്ക് നോക്കിയാൽ ഏതാണ്ട് ഒരു 400 കടക്കും ലേബർ പാർട്ടിയുടെ ശക്തി എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഏതാണ്ടൊക്കെ വ്യക്തമായിരിക്കുന്നത്. ഈ ഫലം അവസാനിച്ചതിന് ശേഷം, വോട്ടെടുപ്പ് അവസാനിച്ചതിന് തൊട്ട് പിന്നാലെ പുറത്തു വന്ന എക്സിറ്റ് പോളുകൾ, ബ്രിട്ടനിലെ എക്സിറ്റ് പോളുകൾ ഏതാണ്ടൊക്കെ ചിത്രം വ്യക്തമാക്കി തരുന്നതാണ്. വലിയ മാറ്റങ്ങൾക്ക് സാധ്യതയുമില്ല. ഒരുപക്ഷെ 1-2 ശതമാനമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടോ മാറിയാലുള്ളതായി. ആ എക്സിറ്റ് പോളുകൾ പ്രകാരം ഈ ലേബർ പാർട്ടി 405 സീറ്റ്, അതായത് 400ന് മുകളിൽ സീറ്റ് ഉറപ്പിച്ചിട്ടുമുണ്ട്. കൺസർവേറ്റീവുകൾ ഏതാണ്ട് 150 സീറ്റിൽ ഒതുങ്ങും എന്നതാണ് ഇപ്പോൾ എക്സിറ്റ് പോളുകൾ പറയുന്നത്. ഈ എക്സിറ്റ് പോളുകളെ സാധൂകരിക്കുന്ന ഫലം തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതും. ഒടുവിലായി 174 സീറ്റുകൾ ലേബർ പാർട്ടി ഉറപ്പിച്ചു കഴിഞ്ഞു. അതായത് ഭരണം ഉറപ്പിച്ചു കഴിഞ്ഞു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അടുത്ത പ്രധാനമന്ത്രിയായി, ബ്രിട്ടന്റെ UK അടുത്ത പ്രധാനമന്ത്രിയായി കെയർ സ്റ്റാർമർ ഏതാണ്ടൊക്കെ സ്ഥാനം ഉറപ്പിച്ചിട്ടുമുണ്ട്.